ലോജിസ്റ്റിക്സ് എന്നത് വെയർ ഹൗസോ അല്ലോ ട്രാൻസ്പോർട്ടേഷനോ മാത്രമല്ല. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇത് ഇറ്റ്സ് എ വെരി ബിഗ് ഇൻഡസ്ട്രി, വെരി ഹ്യൂജ് ഇൻഡസ്ട്രിയാണ്. അത്രയും വൽപ്പല ഇൻഡസ്ട്രിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക് ഇൻഡസ്ട്രി. വി ടേക്ക് ഇൻ ടു അക്കൗണ്ട് 80% ഓഫ് ദി ജോബ്സ് വേൾഡ് വൈഡ് ഈസ് റിലേറ്റഡ് ടു ലോജിസ്റ്റിക്സ്. അങ്ങനെ ആകുമ്പോൾ വി ആസ് എ ലോജിസ്റ്റിക്സ് കമ്പനി, ഞങ്ങൾ ഫ്രണ്ട് ലൈൻ ഗ്രൂപ്പ് എന്ന് ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ്. വി ആർ ഇൻ 10 countries with 22 offices across the GCC. ഇന്നത്തെ കാലത്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ്. സോ എങ്ങനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് വർക്ക് ചെയ്യുന്നത്? സോ ബേസിക്കലി ഇ കൊമേഴ്സ് മീൻസ് the commercial activities happening through internet or by utilizing ഇന്റർനെറ്റിൻ്റെ സേവനത്തോടു കൂടി ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇ കൊമേഴ്സിലും നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ പരിചിതമായിട്ടുള്ളതും ചെറിയ ചെറിയ ഓപ്പറേഷൻസ് മാത്രമായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ വെൻ എ കസ്റ്റമർ പ്ലേസ് ആൻ ഓർഡർ, അവിടെ തൊട്ട് നമ്മൾ ആ കസ്റ്റമറുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് തിരിച്ചെത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സും ഇതിൻ്റെ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോജിസ്റ്റിക്സിൻ്റെ മേഖലയെ നമ്മൾ വൈഡൻ ചെയ്ത് പറയാനുണ്ടെങ്കിൽ, ആഫ്റ്റർ ദ ഗ്ലോബലൈസേഷൻ പ്രോസസ് ലോജിസ്റ്റിക്സ് മേഖലകളിലെ ഓപ്പറേഷൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ലോജിസ്റ്റിക്സിലുള്ള ഒരുപാട് പ്രൊഫഷണൽസിനെ ഇന്ന് ഒരുപാട് കമ്പനീസ് ഇതുപോലത്തെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എവറി കമ്പനീസ് ആർ ഡിമാൻഡിങ് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രോസസ് ഓഫ് വേൾഡ് വൈഡ് ഓപ്പറേഷൻസ് ഹാപ്പനിങ് ഇൻ ഫോറിൻ ട്രേഡ്. എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഫ്രണ്ട് ലൈൻ അക്കാഡമി. അത് നമ്മളുടെ ലോജിസ്റ്റിക്സ് ഡിവിഷനിലോട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു സംരംഭമാണ് ഫ്രണ്ട് ലൈൻ അക്കാഡമി. നമ്മുടെ ലോജിസ്റ്റിക്സ് മേഖലയിൽ നമ്മൾ വളരെ അധികം രാജ്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പല ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ പല കുട്ടികളും സക്സസ്ഫുള്ളി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവർ നമ്മുടെ കീ പീപ്പിൾ ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഫ്രണ്ട് ലൈൻ അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ നമ്മളോടൊപ്പവും അതുപോലെ തന്നെ നമ്മളുടെ പല കോമ്പറ്റീറ്റേഴ്സിനൊപ്പവും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞാൽ ഒരു കോഴ്സ്, ഏത് കോഴ്സ് പഠിച്ചാൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടാം, അതിന് പറ്റിയ കോഴ്സ് ഏതാണുള്ളത്? ലോജിസ്റ്റിക്സ് ആണ് ഇന്നത്തെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി. ഏറ്റവും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിൽ നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന കോഴ്സസ് ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, postgraduate diploma in logistics and supply chain management. Both these courses are accredited by CILT UK and NSDC. CILT Chartered Institute of Logistics and Transport UK. The UK grant ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. NSDC നമുക്കറിയാം സ്കിൽ ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ആണ് സ്കിൽ ഇന്ത്യ. സ്കിൽ ഇന്ത്യയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഗവേണിംഗ് ബോഡിയാണ് NSDC ആണ് നമുക്ക് സർട്ടിഫൈ ചെയ്യുന്നത്. ഫ്രണ്ട് ലൈൻ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് 1 year ഡിപ്ലോമ കോഴ്സാണ്, 1 year PG ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 6 months അക്കാഡമിക് സെഷൻ ആൻഡ് അനദർ 6 months OJT. ഫ്രണ്ട് ലൈൻ അക്കാഡമിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇത് 10 രാജ്യങ്ങളിൽ ലോജിസ്റ്റിക്സ് ബിസിനസ് നടത്തി എക്സ്പേർട്ടായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ ലേണിംഗ് ഡിവിഷനാണ് ഫ്രണ്ട് ലൈൻ അക്കാഡമി എന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി മാനേജ്ഡ് ബൈ എ ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഓക്കെ, ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് 6 മാസത്തെ ക്ലാസ് റൂം ട്രെയിനിങ്ങും 6 മാസത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങുമാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ 10 to 20 years ലോജിസ്റ്റിക്സ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി ടീമാണ് കുട്ടികളെ ക്ലാസ് റൂം ട്രെയിനിങ്ങും ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് മോർ എംപ്ലോയബിൾ ആക്കാനായിട്ട് ഈ ഫാക്കൽറ്റി ടീമിന് എളുപ്പം സാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്.